നാഗ്പൂരിൽ നടക്കുന്ന റയറ്റിനെ പറ്റി നിങ്ങൾ വാർത്ത വായിച്ചു കാണും. അല്പം സീരിയസ് തന്നെയാണ് സംഭവം. നിങ്ങൾക്കറിയാം എന്താണ് ഡൽഹി റയറ്റ് CAA ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. തുടക്കം ഒരു സമയത്ത് റയറ്റ് ഈ CAA പ്രൊട്ടസ്റ്റൊക്കെ ഞാൻ പാട്ടായിരുന്നു. കാരണം ഇന്ത്യയിലത് കാരണം മുസ്ലിം മതത്തെ മാത്രം ഒറ്റപ്പെടുത്തി ഈ ബില്ല് കൊണ്ടുവരുന്നത് അതിനെതിരെയായിരുന്നു. കാരണം ആ CAA വേണ്ട. പക്ഷേ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് വല്ലാതെ വയലൻ്റ് ആകെ ഇന്ത്യയുടെ നമ്മുടെ പ്രോപ്പർട്ടിയും കൂടെ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു തലത്തിലോട്ട് പോകുന്നത് ശരിയല്ല. കാരണം അതോടുകൂടി ഞാൻ ഈ പറയുന്ന CAA ബന്ധപ്പെട്ട ഈ പ്രൊട്ടസ്റ്റുകളിൽ നിന്ന് പിന്മാറുകയും ഗവൺമെൻറ് ഈ സിറ്റിസൺ അമെൻമെൻറ്റ് ബില്ല് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. ആൻറ്റി ഇന്ത്യ പ്രൊട്ടസ്റ്റായിട്ടൊക്കെ മാറി ഇന്ത്യക്കെതിരെ. ഇന്ത്യയുടെ പ്രോപ്പർട്ടീസ്, ബസ്സുകൾ, റെയിൽവേ ലൈന് മുഴുവനും നശിപ്പിക്കുക. ഏതാണ്ട് ശത്രുതാ മനോഭാവത്തോടു കൂടി അതിനെ കാണുക. യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് പ്രൊട്ടസ്റ്റ് നടത്താം. അതാണ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന ഡെമോക്രസി എന്ന് പറയുന്നത്. പക്ഷെ അത് വയലൻ്റായിട്ട് അങ്ങോട്ട് പോയി. പിന്നീട് അത് ഉണ്ടാകുന്ന സംഭവം ഡൽഹി റയറ്റ് അങ്ങോട്ട് കയറി വരുന്നു. ഇനിഷ്യലി ആ പ്രൊട്ടസ്റ്റിനെ പിന്തുണച്ച വലിയൊരു ശതമാനം, അതായത് നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് സെക്യുലർ മനോഭാവമുള്ള ആൾക്കാർ തന്നെ ഈ റയറ്റും പ്രശ്നമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും മാറി. പിന്നെ നിങ്ങൾ നടത്തിക്കോളാൻ പറഞ്ഞു. കാരണം പിന്നീടാണ് മറ്റേ പാകിസ്ഥാൻ സിന്ധാബ് അങ്ങനെയുള്ള സംഭവമാണ്. കാശ്മീരി മിലിറ്റൻസും അതിനോട് താല്പര്യമുള്ളവരും ആസാദി മുദ്രാവാക്യങ്ങൾ കയറി വന്നതങ്ങനെ അലമ്പാക്കി കളഞ്ഞു. എനിക്കറിയത്തില്ല, ഇവർക്ക് തലയ്ക്കകത്ത് ബോധമില്ലാത്തവന്മാരാണ്. ഇപ്പം നാഗ്പൂരിൻ്റെ കാര്യം എടുക്കുക. പിന്നീട് നിങ്ങൾക്കറിയാം ഈ ഡൽഹി റയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അവരുടെ മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന പോക്കറ്റുകൾ പെട്ടെന്ന് റയറ്റ് ഉണ്ടായി. ഡൽഹി പോലീസ് വണ്ടികൾ കത്തിക്കുന്നു, പോലീസുകാരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു, പോലീസുകാരെ വെടിവെച്ച് കൊല്ലുന്നു, അതായത് കള്ളത്തോക്ക് വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. പിന്നീട് പോലീസ് അങ്ങ് കയറി മേഞ്ഞു. പിന്നെ അവിടെയുള്ള നാട്ടുകാരും സംഘ് പരിവാറും അവരും കയറി അങ്ങ് മേഞ്ഞൊക്കെ തൊലച്ച് കളഞ്ഞു. ഇപ്പം ഇതേപോലെ തന്നെയാണ് എനിക്ക് ഒന്ന് നാഗ്പൂരുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്കറിയാം ഔറംഗസീബ് ഇന്ത്യൻ മുഗൾ റൂളറായിരുന്നു. ഇന്ത്യ ഭരിച്ച ഏറ്റവും വൃത്തികെട്ടൊരു റൂളർ. ആയിരക്കണക്കിന് അമ്പലങ്ങളാണ് നശിപ്പിച്ചത്. ഇന്ത്യയിലെ പൈതൃകമായിട്ട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ആയിരക്കണക്കിന് ഹിന്ദുക്കളെ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്തു. സിഖ് അവരുടെ ഒരു ഗുരു, നിങ്ങൾക്കറിയാതെ വലിയ ഇഷ്യൂ ആണ്, വലിയ സംഭവമായി മാറിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ഇത്രയും വാർഷികത്തിന് പോയി പങ്കെടുക്കുന്നത്. അയാളെ പെർസിക്യൂട്ട് ചെയ്തു. സിഖിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുരുവാണ് അദ്ദേഹം. അങ്ങനെ ഏറ്റവും മോശമായ രീതിയിൽ ഇന്ത്യ ഭരിച്ച് ഇന്ത്യയെ നാശമാക്കി, ഇന്ത്യയിൽ കമ്മ്യൂണൽ കലാപം ഉണ്ടാക്കി. ആ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിക ഇന്ത്യ കൊണ്ടുവരാൻ താല്പര്യപ്പെട്ട ഒരാളായിരുന്നു ഈ ഔറംഗസീബ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട റോഡുണ്ട്, ഔറംഗസീബ് റോഡ്. അപ്പം APJ അബ്ദുൽ കലാം മരിച്ച ശേഷം ഈ ഔറംഗസീബ് റോഡിന്റെ പേരെടുത്ത് മാറ്റി APJ അബ്ദുൽ കലാം റോഡ് എന്നാക്കി. അപ്പോഴത്തെ കോൺഗ്രസും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ സോ കോൾഡ് സെക്യുലേഴ്സ് ഭയങ്കര പ്രശ്നമായി. എന്നാൽ ഈ പറയുന്ന ഔറംഗസീബിന്റെ ഹിസ്റ്ററി വായിച്ചു നോക്ക്. ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അത് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരി. സിമ്പിൾ ലൈഫാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയെ, അന്നത്തെ പഴയ ഇന്ത്യയെ, ഇവിടെ ജനങ്ങൾക്ക് ഇതേപോലെ ദ്രോഹമുണ്ടാക്കിയ ഒരു മനുഷ്യൻ. അതായത് മുസ്ലിങ്ങൾക്കല്ലാത്തവർക്ക് ടാക്സ് വരെ ഉണ്ടാക്കിയ ഒരാളാണ് ഇയാൾ. അയാളുടെ അവിടെ ദർഗയുണ്ട്, തോമ്പുണ്ട്, ഫൈൻ. നാഗ്പൂരിൻ്റെ ഒരു 400 കിലോമീറ്റർ മാറിയാണ് ഈ സംഭവം. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴൊന്നും അല്ല, ഏകദേശം 10-50 വർഷങ്ങളായിട്ട് ചർച്ചകൾ നടക്കുവാണ് ഈ തോമ്പിനെ പറ്റി. അവിടെ ഡെയിലി ഏകദേശം 2000-3000 പേര് കാണാൻ പോകുമായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് ഒരു സിനിമ വന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വരുന്നു. ഈ ആൾക്കാരുടെ എണ്ണം പെട്ടെന്ന് 100-200 പേരായിട്ടങ്ങ് കുറഞ്ഞു.
ഇത് ഒന്നാമത്തെ ഒരു റീസൺ. കാരണം അവിടെ സോഷ്യൽ മീഡിയ ഇത് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നു, ആ തോമ്പ് പൊളിക്കണം, അത് പൊളിച്ചു കളയണം, ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇന്ത്യക്കാരെ ദ്രോഹിച്ചതാണ് ഈ പറയുന്ന റൂളർ. നോർമലായിട്ടുണ്ടാകുന്ന ഒരു ഡിബേറ്റ് പെട്ടെന്ന് ഇതുമായിട്ട് പറ്റുന്ന ഫേക്ക് ന്യൂസ് അങ്ങ് പരക്കുന്നു. പിന്നീട് ഏകദേശം 11% നാഗ്പൂർ സിറ്റിക്കകത്ത് മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ ഉണ്ട്. അതിന് തൊട്ടപ്പുറത്ത് 1-2 വില്ലേജുകളിൽ ഏകദേശം 42% നാഗ്പൂർ സിറ്റിയുടെ പുറത്ത് മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയാണ്. പിന്നീടാണ് ഈ സോഷ്യൽ മീഡിയ, നിങ്ങൾ ചില വീഡിയോകളൊക്കെ കാണും, ക്രൂരമായ വീഡിയോ ആണ് ട്വിറ്ററിലും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹിന്ദു ആൾക്കാർ അവിടെ വണ്ടിയിൽ പോകുന്നു, അവരെ തടഞ്ഞു നിർത്തുന്നു, കുറേ ചരട്, കാരണം നിങ്ങൾക്കറിയാം ഇപ്പോൾ ഹോളി അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ, ചരട് കട്ട് ചെയ്യുന്നു, അവരിട്ടിരിക്കുന്ന കുങ്കുമ ആ സാധനങ്ങൾ ഒക്കെ മാറ്റുന്നു, അവരെ കഴുത്തേ കയറി പിടിക്കുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കാൻ പോകുന്നു. ഏകദേശം 35ഓളം പോലീസ് ഓഫീഷ്യൽസ് സീരിയസ്ലി ഇഞ്ചേർഡായി. അതിൻ്റെ അകത്ത് 5 പേരുടെ നില വളരെ പരങ്ങില്ല, വളരെ സീരിയസ് ആണ്. മനസ്സിലാക്കുക, ഇവർ തിരിച്ചടിക്കത്തില്ലയോ? നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് തിരിച്ചടിക്കും. ഇത് 100% അവിടെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റി, അവിടെ ഭരിക്കുന്ന BJP-യാണ്, RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് നാഗ്പൂർ. അവിടെ ശരിക്കും സംഘ് പരിവാറിന് ഭയങ്കര സ്ട്രോങ് ഹോൾഡ് ഏറിയാണ് ഈ പറയുന്ന സ്ഥലം. അവർ ഈ വില്ലേജുകളെല്ലാം കയറി അടിച്ച് നശിപ്പിക്കത്തില്ലേ? ഇത്രയും പോലീസുകാരെ ഉപദ്രവിച്ചു. ഇതാണ് ഈ പൊട്ടത്തരം എന്ന് പറയുന്നത്. ഇത് ആമിക്കബിളി കൊണ്ടുപോകേണ്ട ഒരു സംഭവം. അതിനെ ഭൂതി പെരിപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പ്രൊവോക്ക് ചെയ്യൂ. എന്നാൽ ഉണ്ടായത് എന്താണ് സത്യം, എന്താണ് കാരണം, അതിനെപ്പറ്റി ബോധം പോലുമില്ല. ഇത് കൺട്രോളൊന്നും ചെയ്തില്ലെങ്കിൽ മറ്റൊരു ഗുജറാത്ത് പോലെ ആകും, കയറി അങ്ങ് നിരങ്ങും. ഇതാണ് ഈ പെട്ടെന്ന് ചാട്ടവും ബഹളവും ഒക്കെ ഉണ്ടാക്കി ഈ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കണം ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത്. കാരണം മാൻ പവർ അവർക്ക് കൂടുതലാണ്, അവരാണ് ഭരിക്കുന്ന, പോലീസ് അവരുടെ കയ്യിലുണ്ട്. ഉറപ്പായിട്ടും ഇത്ര വൺ സൈഡായിട്ട് വാഹനങ്ങളും മറ്റുള്ള സ്ത്രീകളെയും ആ വില്ലേജ്, അവിടെ വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു, അവർ വണ്ടികൾ അടിച്ചു പൊട്ടിക്കുന്നു, ആ വില്ലേജുകളിൽ കയറി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അവർ തിരിച്ചടിക്കത്തില്ലെന്ന്? ഇതെപ്പോഴും ഇന്ത്യയിലെ ഈ പറയുന്ന മുസ്ലിം മൈനോറിറ്റിക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. പെട്ടെന്ന് ആവേശത്തിൻ്റെ പേരിൽ റാലി നടത്തി പ്രശ്നമുണ്ടായി, അവിടെ കയറി ബഹളമുണ്ടായി, എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു ചെയ്തു, തിരിച്ച് പറ്റും സുനാമി പോലെ കയറി അങ്ങ് അടിക്കും, എല്ലാം കൂടെ ചത്ത അവിടെ കിടക്കും. ഇതാണ് ഡൽഹിയിലുണ്ടായത്. ഇത് അധികവും റയറ്റിൽ ആരാ തുടങ്ങുന്നത് ശ്രദ്ധിച്ചോ? പിന്നീട് അത് എവിടെ ചെന്ന് നിൽക്കുക, പിന്നെ വിക്ടിം എടുത്ത് കരയുക, എനിക്കത് പോയി, ഇത് പോയി, എൻ്റെ അത് പോയി. അതിനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അള്ളയാണെങ്കിലും കോമൺ സെൻസ് തന്നിട്ടുണ്ട്. ഇതനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. കാരണം നാഗ്പൂർ സിറ്റുവേഷൻ കണ്ടിട്ടും അവിടെ പല ജേർണലിസ്റ്റുകളുമായിട്ട് ചോദിച്ചിട്ടും, അതായത് മഹാരാഷ്ട്ര ടൈംസിലുള്ള ജേർണലിസ്റ്റുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ മിതത്വം, ഈ പ്രൊവോക്കേഷനിലൊന്നും കയറി വീടരുത്. ഇപ്പം ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെയാണ്. കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ പഴയ ഇന്ത്യയിലെ കാണിക്കുന്ന പോലെ ഇന്ത്യയിൽ കാണിക്കാൻ പറ്റത്തില്ല. ഔറംഗസീബിനെ ഇന്ത്യയുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊക്കെ മാറ്റാൻ ഗവൺമെൻറ് തീരുമാനമാണ്. ഔറംഗസീബിനെ നിങ്ങൾ ഡിവിനിറ്റി ആയിട്ട്, ഡിവൈനായിട്ട് കൊണ്ടു നടന്നാൽ ഇന്ത്യ ഗവൺമെൻറ് അത് അംഗീകരിക്കത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. കാരണം ഒത്തിരി ചരിത്രമുണ്ട്. ഔറംഗസീബ് ആരായിരുന്നു, എന്തൊക്കെയാണ് ക്രൂരത ചെയ്തത്, ഓരോ ഇന്ത്യക്കാരൻ ഏതൊക്കെ രീതിയിൽ ഇന്ത്യ ഹിന്ദുക്കളെ മാത്രമല്ല ഇവിടെയുള്ള സിഖുകാരെ പോലും നശിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെ റൂളറെ ഭരിച്ചു, അയാളെ ഇപ്പോൾ പൊക്കി പിടിച്ചിട്ട് ആ ദർഗയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളത് മുമ്പോട്ട് പലതും നോക്കി കാണുമ്പോൾ അതിൻ്റെ അകത്ത് പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടൊരു റയറ്റ് രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞ് തിരിച്ചടി കിട്ടും. കാരണം ചില സന്ദർഭങ്ങളിലൊന്നും പോലീസിനും പട്ടാളത്തിനും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവരും കണ്ണടയ്ക്കും, കാരണം അന്ന് കിട്ടട്ടെന്ന് വിചാരിക്കും. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും. കാരണം അവരുദ്ദേശിക്കും ഓക്കെ ഇതിലങ്ങ് തീർന്നു പോകും. ഇങ്ങനെ പലയിടത്തും റയറ്റ് ഉണ്ടാക്കുന്ന ആരാണ്? ഈ UP-യിലൊക്കെ അഖിലേഷ് യാദവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കറിയോ 560 റയറ്റുകൾ അഖിലേഷ് ഭരിച്ച ഒരു 5 വർഷത്തിനുള്ളിൽ ഉണ്ടായത്.
ഈ റൈറ്റ് ഉണ്ടാകുമ്പോൾ അഖിലേഷും പോലീസും കണ്ണടയ്ക്കും, അവർ കയറി അങ്ങ് മേയാൻ പറയും. ആദ്യം ഈ മുസ്ലിം ഭാഗത്തു നിന്നുണ്ടാകും, പിന്നെ അവരും കയറി അങ്ങ് മേയും. പിന്നെ ആ വില്ലേജ് കാണുന്നത്, പിന്നെ അവർക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലാകും. അപ്പം ഗ്ലോബലായിട്ട് ഈ പറയുന്ന ഇസ്ലാമിക കമ്മ്യൂണിറ്റിക്കെതിരെ വലിയ പ്രശ്നമുണ്ട്. അത് ഗ്ലോബലായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ പല കാര്യങ്ങളും ഈ പ്രൊവോക്കേഷൻ ഒന്നും ഉണ്ടാകാതെ ഒരു ഇന്ത്യക്കാരനായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. ഇപ്പം 1-ാമത് റമദാൻ്റെ മാസം, അതെങ്കിലും ഒരു ടോളറേറ്റ് ചെയ്ത് സ്വയമേ മനസ്സിലാക്കി പോകുന്നതിന് പകരം ഇതേപോലെ റയറ്റിന് വളം വെച്ച് കൊടുത്താൽ തിരിച്ച് ഭയങ്കരമായിട്ട് കിട്ടും. ഇതൊക്കെ ഓരോ അതിൻ്റെ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇവരിപ്പം തിരിച്ചങ്ങോട്ട് ചിലയിടത്തൊക്കെ അടിക്കാൻ തുടങ്ങി, അവർ ഓടാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. എന്തായാലും വരാനുള്ള ദിവസങ്ങളിൽ അറിയാം ഏതൊക്കെ രീതിയിലാണത് മുന്നോട്ട് പോകുന്നത്. കാരണം ആവശ്യമില്ലാത്തൊരു കാര്യം അനാവശ്യമായിട്ട് കൊണ്ടുവന്ന് അതിനെ ആമിക്കബിളായിട്ടൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്നതിന് പകരം പ്രൊവോക്കേഷനിൽ കൂടെ അത് ഭയങ്കരമാക്കാൻ ശ്രമിച്ചു. അവസാനം നിങ്ങളുടെ പോലും കൺട്രോളല്ലാതായി മാറി. ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അത്രമാത്രം. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത്, അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.